Hello, my dear beautiful boys and beautiful girls. Everybody happy? I am here. ജോബി വാലിങ്കൽ. സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് പേസ്റ്റ്, നമ്മുടെ സൂപ്പർ പേസ്റ്റിൻ്റെ സാധാരണ രീതിയിലുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മൾ പല്ല് തേക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു പേസ്റ്റ് തന്നെയാണ്. പക്ഷേ അതല്ലാതെ മറ്റു ചില അടിപൊളി ഗുണങ്ങൾ കൂടിയുണ്ട് നമ്മുടെ ഈ ഒരു കോൾഗേറ്റ് പേസ്റ്റിന്. എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വാലിങ്കൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്യാൻ, കാറിൻ്റെ അല്ലെങ്കിൽ ഏത് വാഹനങ്ങളുടെയും ഹെഡ്ലൈറ്റ് ശരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു കോൾഗേറ്റ് ഉപയോഗിക്കാം. ഒരല്പം കോൾഗേറ്റ് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം ശരിക്കും ബ്രഷ് ചെയ്യാം. ശരിക്കും തേച്ച ശേഷം നമുക്ക് ഒന്ന് വെള്ളം ഇതുപോലെ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുകൂടെ തേച്ചുകൊണ്ടിരിക്കുക. ഇനി ശരിക്കും നമുക്ക് സ്പ്രേ ചെയ്ത ശേഷം തുണി കൊണ്ട് തുടച്ച് കളയാം. കണ്ടു നോക്കുക ഡിഫറൻസ്. ഇതുപോലെ ശരിക്കും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇതാ നമ്മുടെ ഷൂവിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ ശരിക്ക് നമ്മൾ എത്രത്തോളം തൂത്താലും പോകാത്ത തരത്തിലുള്ള ചെളി അല്ലെങ്കിൽ കറകളൊക്കെ ഉണ്ടാവും. എന്നാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും കളയാൻ വേണ്ടി നമുക്കിതാ കോൾഗേറ്റ് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ തൂത്ത് കളയാം. ഡിഫറൻസ് ആയിട്ടുള്ള നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുണ്ട്. ശരിക്ക് തുടച്ച് കളയാം. ഓക്കെ, പിന്നെ നമ്മുടെ മൊബൈൽ ഒന്ന് ശരിക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് നേരം സഹായിക്കാം. പേസ്റ്റ് എടുക്കുക. ഓക്കെ, ശരിക്കും ബ്രഷ് കൊണ്ട് നമുക്ക് ഇതുപോലെ എല്ലാ പോർഷനും ആക്കി ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. ഇടയ്ക്ക് നമുക്ക് ഒരല്പം വെള്ളം ബ്രഷിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം മൊബൈലിൽ വെള്ളം പറ്റിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ബ്രഷിൽ മാത്രമേ വെള്ളം സ്പ്രേ ചെയ്യാവുള്ളൂ. അതിനുശേഷം പിന്നെയും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ശരിക്കും ക്ലീൻ ചെയ്യാം. നമ്മുടെ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ. ഡിഫറൻസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ക്ലീൻ ആയിട്ട്. വാവ്, ഓക്കെ. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീന് ശരിക്കും പാട് പിടിച്ചു വരും. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനും ഒരല്പം പേസ്റ്റ് എടുക്കാം. ശേഷം സ്ക്രീൻ മൊത്തം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ ശരിക്ക് ഒന്ന് ബ്രഷ് ചെയ്യുക. അതിനുശേഷം ഒരല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കീബോർഡിൽ വെള്ളം വീടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇത് ശരിക്ക് ഒന്ന് തുടച്ചെടുക്കാം.
അതിനുശേഷം വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ശരിക്ക് വെള്ളം മുഴുവൻ 100% നമുക്ക് ഒന്ന് ഒപ്പിയെടുക്കാം. സോ സീ ദ ഡിഫറൻസ്. നേരത്തേലും എത്രയോ ബെറ്ററാണ്. ഇപ്പോൾ ഇത് നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കേബിള് നമുക്കറിയാം ഒരുപാട് ഡേർട്ടി ആകുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് ഒരല്പം പേസ്റ്റ് എടുക്കാം, ഇതുപോലെ ബ്രഷിൽ എടുക്കാം. അതിനുശേഷം നമുക്ക് ശരിക്കും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഇനി നമുക്ക് ഇതുപോലെ തുണി ഉപയോഗിച്ചിട്ട് ശരിക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. സി ഓക്കെ. അപ്പോൾ അത് ശരിക്ക് ഒന്ന് തുണി കൊണ്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരിക്കും. അതായത് നല്ല പുത്തൻ പോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ വയർ ഇരിക്കും. ഓക്കെ, അടിപൊളിയല്ലേ? അപ്പോൾ കണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റിന് നിങ്ങളറിയാത്ത പലതരത്തിലുള്ള ഗുണങ്ങൾ. എന്തായാലും താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് നോക്കാമെന്നുള്ള വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാം. നല്ല ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വായലങ്ങൾ. അതുപോലേക്കും ഷോർട്ട്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാൻ, എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാൻ മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.